Hey guys, what's up? This is my first long video and it's all about Teachers Day special greeting card making. ഈ കാർഡ്സൊക്കെ നമുക്ക് വേറെ ഏത് ഒക്കേഷനിലും കൊടുക്കാം. ഇതിലുള്ള റൈറ്റിങ്സൊക്കെ മാറ്റിയാൽ മാത്രം മതി. നമുക്കൊരാൾ ഗിഫ്റ്റ് തന്നാൽ നമുക്ക് സന്തോഷമാവില്ലേ? ആൻഡ് നമ്മൾ കാരണം വേറൊരാൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ അതാവട്ടെ. സോ ലെറ്റ്സ് മേക്ക്. ഇതെന്താ വെച്ചാൽ ഒരു കാർഡ് എടുക്കുക. നിങ്ങളടുത്ത് ഒരു ചാർട്ട് പേപ്പറേ ഉള്ളെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലിപ്പോൾ ഞാൻ വരച്ച പോലെ വരയ്ക്കുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് ഹോൾ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ഫ്രഷ് ഫ്ലവേഴ്സിനെ ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്യണം. ഫസ്റ്റത്തതല്ലേ, കുറച്ച് സാഹസികമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളിത് പശ തേച്ചൊന്നുമല്ല ഒട്ടിച്ചത്. സോ നല്ല കെയർ തന്നെ വേണം. അതുകൊണ്ടാണ് കുറച്ച് അഡ്വഞ്ചറസ് ആണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ന്യൂസ് പ്രിൻ്റോ അല്ലെങ്കിൽ A4 ഷീറ്റോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ എഴുതാം. ആൻഡ് ഈ കാർഡുമ്മേ നമ്മളൊരു റിബൺ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ടീച്ചേഴ്സ് ഡേ ഗ്രീറ്റിംഗ് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ അഡ്വഞ്ചറസ് ആയതുകൊണ്ട് അടുത്ത നമുക്കൊന്ന് ലൈറ്റായിട്ട് പിടിക്കുക. ഫസ്റ്റത്തെ കാർഡിൻ്റെ പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഞാൻ A4 ഹാഫാക്കിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു A4 ഷീറ്റിൽ ജസ്റ്റ് പെയിൻ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ടിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് ഇതിന്മേൽ പേസ്റ്റ് ചെയ്യുക. ഇത് ഭയങ്കര സിമ്പിളാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജൊക്കെ എഴുതും ചെയ്യാം. അടുത്ത എന്താ വെച്ചാൽ ഒരു പെണ്ണൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കൊടുക്കുന്നതിന് പകരം ഒരു കാർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേറെ തന്നെ അല്ലേ. സോ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ടോ ഒക്കെ എടുത്തിട്ട് ലെങ്ത്ത് കൂടുതലുള്ള രീതിയിൽ റെക്റ്റാങ്കിൾ കട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പെയിൻ്റ് അടിക്കുക. വൈറ്റ് ചാർട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ പീസ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും പേപ്പർ പീസ് ഒട്ടിക്കുക. സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ഈ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഒട്ടിക്കുക. എന്നിട്ടൊരു കട്ടിയുള്ള ഷീറ്റിൽ ഒരു ബട്ടർഫ്ലൈനെ വരച്ചിട്ട് അത് വെട്ടി ഇവിടെ ഒട്ടിക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു സോപ്പ് കവറാണ് എടുത്തത്. എന്നിട്ട് ആ പെന്നെടുത്തിട്ട് സെൻറ്ററിൽ വെക്കുക. ആൻഡ് ബാക്കിൽ നമുക്ക് മെസ്സേജൊക്കെ എഴുതാം. അവിടെ ഫ്രീ സ്പേസാണ്. അടുത്ത കാർഡ് പറഞ്ഞാൽ നല്ല സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇല്ലേ ഒരു ഫേവറേറ്റ് ടീച്ചർ. ആൻഡ് സംടൈംസ് ദേ വിൽ ബിക്കം അവർ ഇമോഷൻ. ആൻഡ് എത്ര കാലം കഴിഞ്ഞാൽ നമ്മൾ മറക്കൂലല്ലോ. ഇതിപ്പോൾ പറഞ്ഞ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സോ കാർഡ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഹാഫാക്കിയിട്ട് മടക്കുക. അതായത് സിംഗിൾ പേജ് അല്ല. എന്നിട്ട് ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് പ്രിൻ്റോ A4 എന്ത് വേണമെങ്കിലും ഒട്ടിക്കുക. എന്നിട്ട് പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ബുക്കിൻ്റെ ഒക്കെ ഒരു പേജ് പറിച്ചിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് ഇവിടെ ഒട്ടിക്കുക. ഇതന്നെ ഇപ്പോൾ കാണുന്ന പോലെ നിങ്ങളുടെ അടുത്ത് ന്യൂസ് പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സൈഡൊക്കെ ടിയർ ചെയ്തിട്ട് ജസ്റ്റ് വിൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്നുണ്ട് സൈഡൊക്കെ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനെ പറ്റിയിട്ട് എഴുതുക. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ഞാൻ ജസ്റ്റ് ഒരു കോട്ട് എഴുതി ഒട്ടിക്കുന്നുണ്ട്. സോ ഫ്രണ്ട് പേജിൽ നമ്മൾ ഉണ്ടാക്കിയ എൻവലപ്പിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് 1.5 എടുത്തും 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്യുക. അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച പോലെ ഫോൾഡ് ചെയ്യുക. ദെൻ അഗെയിൻ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് റോൾ ചെയ്യുക. എന്നിട്ടൊരു കമ്പി എടുത്തിട്ട് ഈ റോൾ ചെയ്തതിൻ്റെ സെൻറ്ററിലൂടെ ഇട്ടിട്ട് ടൈ ആക്കുക. കമ്പില്ല വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. ജസ്റ്റ് മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത വയറുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിയർ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ കമ്പി ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ മതി. അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ കുറച്ചുകൂടി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബഞ്ചാക്കുക. ഇനി കളർ പേപ്പറില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കണ്ട. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതേപോലെ ചെയ്താലും ശരിയാവുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പിങ്ക് കളർ ഉണ്ടാക്കിയത്. ദെൻ കുറച്ച് നാച്ചുറൽ ഫ്ലവേഴ്സും കൂടി വെച്ചിട്ട് ഞാനത് ഫില്ലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കാർഡ് മേക്കിംഗ് കഴിഞ്ഞ്. ഇത് നല്ല രസമല്ലേ? എനിക്ക് ലാസ്റ്റ് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.